മിസ് വരുന്നുണ്ട്. മിസ് വരുന്നു. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഥയാന്ന് കേൾക്കാൻ വേണ്ടിട്ട് പക്ഷെ കേട്ടില്ല. ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇന്ററാക്ട് ചെയ്തതാണ് മിസ്, എങ്ങനെയല്ലേ കാണത്തുള്ളൂ. ഈ പ്ലാറ്റ്ഫോം തന്നെ അതിനുള്ളതാണ്, പഠിക്കുക എന്നുള്ള ഉദ്ദേശമല്ല സത്യത്തിൽ ഈ പ്ലാറ്റ്ഫോം, തകർക്കുക എന്നുള്ള ഉദ്ദേശമാണ്. Okay, so once again, good morning to all, and we can start. Who is going to do prayer? Hello, ma'am. ഫാത്തിമ വന്നിട്ടുണ്ടെങ്കിൽ പാടിക്കോട്ടെ, നേരത്തെ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു പേര്, അതാണ്. പഠിക്കും. Okay, can I start? Okay. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. But for the showers we plead. Thank you. Okay, so what's next? Quote of the day. Good morning, ma'am, and all my dear students. വേദനകളെ ചിരിച്ചുകൊണ്ട് നേരിടണം എന്നൊക്കെ പറയാറില്ലേ? പക്ഷെ അപ്പോഴും മുറിവുകളൊക്കെ ഉണങ്ങാതെ അങ്ങനെ കിടക്കും. നല്ലോണം കരയാൻ കഴിയുന്നവർ ഭാഗ്യമുള്ളവരാണ്. സങ്കടങ്ങളെ അവർ കണ്ണീരുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. PMA ഗഫൂർ. Okay, then sign in. You people can do at a time, not at a time, one after one another. So രണ്ട് പേർക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ടൈം നമുക്കുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് പേർക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ട്. എല്ലാവരിലും ആ ടേൺ വരണം, ആ ഒരു ഷൈനസ് ഒക്കെ മാറി ആക്ഷൻസോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഞാൻ നൗഫ്ല മൈ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് നായിപ്പോയി. മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയേണ്ട ഒരു അതിങ്ങനെ വന്നതായിരിക്കും. ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. അതങ്ങനെ വന്നു പോയതാ മിസ്സേ. ടീച്ചറാണോ? ടീച്ചറല്ല, ഞാൻ ട്യൂഷൻ എല്ലാം എടുക്കലുണ്ട്. മനസ്സിലായി. ഓക്കെ, അത് അങ്ങനെ വന്നു പോകും. ഓക്കെ, ആരാ സൈനിങ് എന്തോ പേര് രസന ഇട്ടിട്ടുണ്ടായിരുന്നത്? പേരൊന്ന് പറയാമോ? എനിക്ക് എന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോ കറക്റ്റ് ആണെന്നില്ല. എന്റെ പേര് ആരഭി. ആരഭി. അപ്പോ ഗുഡ് മോർണിംഗ് മാം. ഇന്ന് സൈനിങ് പറയുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യണേ. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പം സ്റ്റോറി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആളെ മനസ്സിലാവും. ഞാൻ ലാസ്റ്റാണ് പേര് പറയുക. അപ്പോൾ പാകിസ്ഥാനിലെ സ്വാത്തിലെ മിൻഗോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു യൂസഫ് സായ്. അദ്ദേഹത്തിന് 1997 ജൂലൈ 12 ഒരു പെൺകുട്ടി ജനിച്ചു. ഇവള് ചെറുപ്പത്തിലെ തന്നെ അച്ഛന്റെ ആ പ്രവർത്തനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 11-ാം വയസ്സിൽ BBC ഉറുദു ചാനലിന് വേണ്ടി അവൾക്ക് അവളുടെ ജീവിത വിവരിച്ചുകൊണ്ട് ഒരു വ്ലോഗ് ചെയ്യാൻ അവസരം കിട്ടുകയുണ്ടായി. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ഇവരെ വെച്ചിട്ട് ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത് ന്യൂയോർക്ക് ടൈംസിൽ അങ്ങനെ അവളൊരു ശ്രദ്ധേയായി. 2011 പാകിസ്ഥാന്റെ ആദ്യത്തെ നാഷണൽ യൂത്ത് പീസ് പ്രൈസ് ഇവൾക്ക് ലഭിച്ചു. അങ്ങനെ അവള് വാർത്തകളിൽ നിറഞ്ഞു നിന്നു. 2012 ഒക്ടോബർ 9 എക്സാം കഴിഞ്ഞ് ബസ്സിൽ മടങ്ങി വരികയായിരുന്ന ഇവളെ താലിബാൻ സൈന്യം പേര് വിളിച്ച് അന്വേഷിച്ചുകൊണ്ട് അവളുടെ അച്ഛനെയും കൂടെ ഉണ്ടായിരുന്ന 2
പെൺകുട്ടികളെയും ഒപ്പം ഇവളെയും വെടിവെക്കുകയായിരുന്നു. രക്ഷപ്പെടില്ല എന്ന നിലയിൽ കഴുത്തിനും നെഞ്ചിനുമൊക്കെ 3 തവണ ആയിരുന്നു വെടിയേറ്റിരുന്നത്. എന്നാൽ അവളുടെ തിരിച്ചുവരവ് ഡോക്ടർമാരെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സുഖമായതിനു ശേഷം അവൾ പൂർവാധികം ശക്തിയായി പ്രവർത്തനം തുടർന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൾ നടത്തിയ പോരാട്ടം അങ്ങനെ അവളെ 2014 നോബൽ പ്രൈസ് ജേതാവുമാക്കി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ പ്രൈസ് ജേതാവുമായി ഈ 17 വയസ്സുകാരി. അവൾ 2013 അവളുടെ ഓട്ടോബയോഗ്രഫി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. അവളുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഐ ആം മലാല. മലാല യൂസഫ്സായി, the young girl, was shortlisted to Oscar to the documentary He Named Me Malala. 2013-14 ടൈംസ് മാഗസീനിൽ അവളെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഗ്ലോബലി എന്ന രീതിയിലും അവൾ അങ്ങനെ ഫേമസ് ആയി. In 2017, she was awarded honorary Canadian citizenship and become the youngest person to address the House of Commons of Canada. നമ്മൾ ഓരോരുത്തരും സ്വയം മലാലയാവണം. നമ്മൾ ഓരോരുത്തരും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാതൃകയാവുക. അതായത് മതം അല്ലെങ്കിൽ ജാതി എന്ന വിവേചനമില്ലാതെ ഓരോരുത്തരെയും മനുഷ്യരായി കണ്ട് അങ്ങനെ കാണാനും നമ്മൾ മറ്റ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. മനുഷ്യനാണ് എല്ലാവരും, മതം ജാതി ഒന്നും അതിൽ വിഷയമല്ല എന്നുള്ളത്. അപ്പോൾ ദിസ് ഈസ് സൈനിങ് ബൈ ആരഭി. താങ്ക് യു മാം. വെരി ഗുഡ്. ജീവിക്കുന്ന ഉദാഹരണം എന്നൊക്കെ പറയാം അല്ലേ? ഷീ ഈസ് വെരി ബ്രേവ് ആൻഡ് വെരി സ്ട്രോങ്. Okay, so where were we last class? I think record writing details, right? Yes, ma'am. ഈ ക്ലാസ്സിൽ നിന്നാണോ എന്നറിയില്ല, എനിക്കൊരു മെസ്സേജ് വന്നു. റെക്കോർഡ് റൈറ്റിംഗും മാഗസീനും കൂടെ മിക്സ് ആയി പോയി. ഇത് ആർക്കെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ? മാം, അത് ചെറുതായിട്ടൊരു സത്യമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നേ. അപ്പൊ ഞാൻ ഈ റെക്കോർഡ് ക്ലാസ് കണ്ടപ്പം ആദ്യം റെക്കോർഡ് ഞാൻ അങ്ങനെ എഴുതി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ പ്രാക്ടിക്കൽസ് ആയി. പിന്നെ നേരെ അത് മാഗസിനിലോട്ടായി പോയ പോലെ തോന്നി. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. കുറെ പേര് ചോദിച്ചു, എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ എല്ലാവർക്കും അത് സംശയമുണ്ട് മാം. എല്ലാവരും അതിന് പരുവത്തിൽ കിടക്കുവാണ് അതിനെപ്പറ്റി. അത് വാങ്ങിക്കട്ടെ തുടങ്ങട്ടെ. കുറെ പേർക്ക് മേടിച്ചു കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. റെക്കോർഡ് വാങ്ങിച്ചവരുണ്ട്. മാഗസീനൊക്കെ അടിപൊളി കണ്ടന്റ് നല്ലോണം ഇരുന്ന് എഴുതി തന്നിരിക്കുന്നവരുണ്ട്. എല്ലാം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓക്കെ, സോ മാഗസീനെ പറ്റി ഇനി ഒന്നും പറയാനില്ല. അത് നിങ്ങളുടെ മാഗസീൻ ആണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ നോ പ്രോബ്ലം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ എവിടം വരെ പറഞ്ഞു? ഞാൻ ഷെയർ ചെയ്യാം. നാലാമത്തെ റെക്കോർഡ് ഇപ്പൊ നോക്കണ്ടെന്നല്ലേ മാം പറഞ്ഞത്? 4ഓ 5ഓ? പ്രാക്ടിക്കൽ സെക്ഷൻ വരുന്നത് ഇപ്പൊ നോക്കണ്ടെന്നല്ലേ മാം പറഞ്ഞത്? പ്രാക്ടിക്കൽ നമ്മൾ ക്ലാസ്സിലിരുന്നാ ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ സ്ട്രെയിൻ ഒന്നുമില്ല. ക്ലാസ്സിലിരുന്ന് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ ഒപ്പം പ്രാക്ടിക്കൽസ് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ കളക്ഷൻ ബുക്കിന്റെ പോയിന്റ്സ് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു മാം. സോ കളക്ഷൻ ബുക്ക് ആയിരുന്നു. കളക്ഷൻ ബുക്ക് എവിടം വരെ പറഞ്ഞു? പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ ആനിമൽസ് ആൻഡ് ക്രിയേച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ആ റെക്കോർഡിന്റെ 4 റെക്കോർഡിന്റെ പേര് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. 4 അല്ല 5. 5th വൺ നമ്മൾ ഇപ്പൊ നോക്കുന്നേ ഇല്ല. ഈ 1, 2, 3, 4 എനിക്ക് തോന്നുന്നു മൈ കളക്ഷൻ ബുക്കും പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആക്ഷൻ ഡ്രൈം ബുക്ക്,
ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്കാണ് അടുത്തത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ്, അതായത് സാറ് എനിക്കറിയില്ല മിസ് ആരാന്ന് അറിയില്ല എടുക്കുന്നത്, അപ്പൊ ആ ഇംഗ്ലീഷ് കുറച്ച് വന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ബ്ലോക്കിംഗ് എല്ലാം മാറി എല്ലാവരുടെയും ലാംഗ്വേജ് ഒക്കെ പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഇത് എഴുതണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. 2ഉം 3ഉം ഫസ്റ്റ് 1ഉം 4th 1ഉം ഒരേപോലെ ഇരുന്ന് ചെയ്യാം. ഫസ്റ്റ് 1ൽ ആൻസേഴ്സ് ഉണ്ട്, 4th 1ൽ ആൻസേഴ്സ് ഇല്ല, അതാണ് വ്യത്യാസം. 4th 1 മാജിക് പോട്ട്, കളിക്കുടുക്ക, അതുപോലുള്ള ബുക്സ് ആണ്. ഫസ്റ്റ് 1 നമ്മൾ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. റെക്കോർഡ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് റെക്കോർഡിൽ എത്ര പേജസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. പേജ് നമ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിലെ കണ്ടന്റ്സ് നോക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി കുറെ പേജസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ റിലേറ്റഡ് വിത്ത് ദ ടൈറ്റിൽ. കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യും. ഞാൻ എല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അനിമൽസിന്റെ കാര്യം, അതിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും കുറെ പേര് ചോദിച്ചു എന്താ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ അനിമൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ദാറ്റ്സ് അപ് ടു യു, അങ്ങനെ എല്ലാം ചെയ്യാം. പക്ഷെ നമ്മളുടെ ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കണം നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ഞാൻ ഈ തന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് തോന്നുവാണ് റെലവെന്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ഒമിറ്റ് ദാറ്റ്. ആരും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞ് എഫില് കാണാം. നത്തിങ് ബട്ട് നമ്മൾ MS പെയിന്റിങ്ങില് വരയ്ക്കില്ലേ, അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സിസ്റ്റം ഇല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് DTP സെന്ററിൽ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശം ഇതേ ഉള്ളൂ, നമ്മളുടെ കുട്ടികൾ KG തുടങ്ങിയ കമ്പ്യൂട്ടർ ലാബിലേക്ക് കയറുന്നത്, അവർ ഫസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് പെയിന്റിങ്. സോ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് സ്കൂളിൽ നമ്മൾ അവരുടെ ഒപ്പം ഉള്ള സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഹൗ ടു ഡു ഡിജിറ്റൽ പെയിന്റിങ് അല്ലെങ്കിൽ MS പെയിന്റിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് ഞാനൊരു ഓപ്ഷണൽ ആയിട്ട് വെച്ചിരിക്കുക. കാരണം എല്ലാവർക്കും അത് ചെയ്യുന്നതിൽ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് പറഞ്ഞു. ഡിജിറ്റൽ പെയിന്റിങ് ഇങ്ങനെ വരും. ഞാൻ എല്ലാരോടും എന്നിട്ടും പറഞ്ഞത് കോസ്റ്റ് അധികം ആകണ്ടെന്ന് വിചാരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പിക്ചർ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് MS പെയിന്റിൽ വരച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാണ്. കാരണം കളർ പ്രിന്റ് ഔട്ട് നമ്മൾ പുറത്തുനിന്ന് പോയി എടുക്കുമ്പോഴേക്കും ഭയങ്കര റേറ്റ് ആവും. കേട്ടോ കൂടുതലും ജോമെട്രിക്കൽ ഷേപ്സും ഒക്കെയാണല്ലോ ഡിജിറ്റൽ പെയിന്റിംഗ് വരുന്നത്. ഞാൻ ചെയ്ത പറഞ്ഞാണ്. ഞങ്ങൾക്കത് 2 or 3 ഒക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. മാം അത് പ്രിന്റ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ, വരച്ചാ മതിയോ? അപ്പൊ പിന്നെ ആ ഒരു ആക്ടിവിറ്റിയുടെ ഒരു ഇത് നമുക്ക് കിട്ടില്ലല്ലോ. നമ്മൾ ശരിക്കും സിസ്റ്റത്തിൽ വരയ്ക്കുക. സിസ്റ്റത്തിൽ വരച്ചിട്ട് നമ്മളുടെ ഇത് പേപ്പറിൽ വരയ്ക്കുക എന്നുള്ളതല്ല, നമുക്ക് ആ ആപ്ലിക്കേഷൻ അറിയണം. MS പെയിന്റിൽ എങ്ങനെയാണ് പിക്ചർ വരയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് അറിയണം. ഓക്കെ മാം. ഒരെണ്ണാണ് പറഞ്ഞത്. അപ്പൊ പല ബാച്ചുകാരും ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. സ്വന്തമായിട്ട് സിസ്റ്റം ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പുറത്ത് DTP സെന്ററുകളിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനെ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അത് അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെ ചെയ്യണം. അപ്പൊ ചിലർ പറഞ്ഞു മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ ടെക്നോളജി ഒന്ന് അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൈമലർത്തരുത്, ഞങ്ങൾക്ക് അറിയില്ല എന്നാവരുത്. കാരണം ഇവര് ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് നല്ല ഭംഗിയായിട്ട് കുട്ടികൾ ഇത് ചെയ്യുന്ന കാണാം KG സെഷനില്. നമ്മളിപ്പോ ബുക്കിലാണല്ലോ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പുള്ള ആളാണ്, ലാപ്പും ഉണ്ട് കമ്പ്യൂട്ടറും ഉണ്ട്. പക്ഷെ നമ്മള് എങ്ങനെയപ്പോ അത് പ്രിന്റ് എടുക്കും? കാരണം നമ്മൾ A4 പേപ്പറിൽ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് റെക്കോർഡ് ബുക്കിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ അത് ഒരു സൈഡ് മാത്രം പേസ്റ്റ് ചെയ്തേക്കുക, അങ്ങനെ ഒട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ പിൻ ചെയ്യാം, സ്റ്റേപ്ലർ ചെയ്യാം, ഏതെങ്കിലും ഒരു പേജുമായിട്ട് ചേർത്തിട്ട്. ഓക്കെ മാം, താങ്ക് യു.
അപ്പൊ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബട്ട് അതെങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും. ഓക്കെ, ഇപ്പൊ ഞാൻ എവിടം വരെയാ പറഞ്ഞത്? എനിക്ക് ഇതൊന്ന് ഓർത്ത് പറയുമായിരുന്നു. എവിടം വരെയായിരുന്നു? കുറച്ച് ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ഇങ്ങനെ ഇപ്പൊ മലയോ വീടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പെയിന്റ്, അതായത് കളർ ചെയ്യാതെ ഡ്രോ ആയിട്ട് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അത് നമ്മൾ കുട്ടികളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കാതെ നമ്മൾ കളർ ചെയ്യാന്ന്, അങ്ങനെയാണോ? ശരിക്കും കളർ പ്രിന്റ് ഔട്ട് ആണ് വേണ്ടത്. കളർ പ്രിന്റ് ഔട്ടിന് വീട്ടിലൊക്കെ കളർ പ്രിന്റർ ഉള്ളവർക്ക് കളർ ചെയ്ത് പ്രിന്റ് എടുക്കാം. അല്ലാതെ അത്രയും കോസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ട് നിങ്ങൾ തന്നെ ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ ഈ ഷേപ്സിനൊക്കെ കളർ വരുന്നത് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ പ്രിന്റ് ചെയ്താൽ മതി. അതെ അതെ, ഞാൻ അത്രയും ഒരു കോസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് എടുക്കാൻ പറഞ്ഞത്. പലപ്പോഴും വീട്ടിലെ ഫെസിലിറ്റി ഉള്ളവര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി. കളർ പ്രിന്റർ ആണുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം. പുറത്തു പോയി അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത്രയും ഒരു ലോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പറഞ്ഞത് കേട്ടോ. മാം ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതുമ്പോ ഇടലോ ഒരു സൈഡ് പ്ലെയിൻ ആണ്, ഒരു സൈഡിൽ വരയുള്ളതാണ്. അപ്പൊ വരയുള്ള സൈഡ് മാത്രമാണോ നമുക്ക് എഴുതാൻ പാടുള്ളൂ? നമ്മൾ എഴുതുന്നത് വരയുള്ള സൈഡിലാണ്. അതിന് കറസ്പോണ്ടിങ് എന്തെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നമ്പർ നമ്മളപ്പോ എങ്ങനെ എഴുതും? അപ്പൊ പേജ് നമ്പർ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോ പേജ് നമ്പർ 2 ഇട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സൈഡ് പിക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ റൈറ്റ് സൈഡ് മാത്രം പേജ് നമ്പർ ഇട്ടിട്ട് ഓർക്കുക, ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പേജ് നമ്പർ ആണല്ലോ. അല്ല, എല്ലാത്തിനും ഫോട്ടോസ് വരാതിരിക്കൂലല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോ റീഡിൽസ് നമ്മളിപ്പോ എഴുതുവാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു സൈഡ് നമ്മൾ എഴുതിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഫോട്ടോ ഒട്ടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് എന്ത് സാധനമാണ് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹൂ ആം ഐ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റിന്റെ ആൻസറിന്റെ പിക്ചർ ഇപ്പൊ ഒട്ടിക്കണം എന്നുണ്ട്. അപ്പൊ ആ പേപ്പർ ഇവിടെ നമ്പർ എഴുതണ്ടേ? പേജ് നമ്പർ എഴുതണ്ടേ? എഴുതിക്കോളൂ. അങ്ങനെയാകുമ്പോ ഇൻഡെക്സ് പേജ് എഴുതാൻ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ എന്തിന്റെ ഇപ്പൊ പസിലിന്റെ ആണെങ്കിലും ഈ എഴുതുന്നതിന്റെ മേളിലല്ലേ നമ്മൾ ഹെഡിങ് എഴുതേണ്ടത്? പസിൽ നിന്ന് ഹെഡിങ് അങ്ങനെ മാത്രമല്ലേ എഴുതാവുള്ളൂ, അല്ല സെപ്പറേറ്റ് പേജിലൊന്നും എഴുതണ്ടല്ലോ? വേണ്ട. അപ്പൊ നമ്മൾക്ക് ഒത്തിരി പേജിൽ വെറുതെ പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, അതറിയാനായിരുന്നു. കാരണം ലാസ്റ്റ് ആവുമ്പോ പേജ് തികയാതെ വരുമ്പോ നമ്മള് തുടക്കം വലിയ ലാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ പേജ് ഹെഡിങ് എടുത്ത് പോയി കഴിഞ്ഞാൽ അത് പാടണല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഈ പ്രോവർബ്സ് അതുപോലെ റിഡിൽസ് അതൊക്കെ നമ്മൾ ഈ ഒറ്റ ഇപ്പൊ ഈ 10 കൂടുതൽ എഴുതണം അങ്ങനെയൊന്നും ഇല്ല. കറക്റ്റ് 10 പേജ് കൊള്ളാവുന്ന എഴുതിയാ പോരെ? അത്രേ ഉള്ളൂ. ഞാൻ 20 പ്രോവർബ്സ് എഴുതിയത്. ഓക്കെ, നമുക്ക് ആ ഒരു പേജ് കൊള്ളാവുന്നത് മാത്രം എഴുതിയാ പോരെ? ആ ഒറ്റൊരു പേജ് കൊള്ളാവുന്നത് മാത്രം എഴുതിയാ മതി. ഞാൻ പിന്നെ ഒരു നമ്പറിന് വേണ്ടിയിട്ട് 10 നമ്പേഴ്സ് നെട്ടുന്നേ ഉള്ളൂ. ഒത്തിരി അങ്ങ് കുറഞ്ഞു പോരുത്, 2, 3 ഒന്നും ആയി പോരുത്. മാം അതിന് പിക്ചർ വേണോ പ്രോബ്സ് എഴുതി കഴിഞ്ഞാൽ? പ്രോബ്സിനും റിഡിൽസിനും ഒന്നും പിക്ചർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ സിനു ഇങ്ങനെ പറഞ്ഞു പിക്ചറും കൂടി ഉണ്ടെങ്കിൽ റിഡിൽസിന്റെ ആൻസർ പിക്ചർ ആയിട്ട് കാണിക്കാൻ തോന്നുവാണെങ്കിൽ ഒട്ടിക്കണമല്ലോ എന്ന്. നമുക്ക് ഈ സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. എന്തായാലും നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുള്ളൂ, ലെഫ്റ്റ് സൈഡ് നമ്മൾ എഴുതാൻ എടുക്കില്ല. നമ്പർ ഇട്ട് ഒട്ടിക്കാം. 1 ഇട്ടിട്ട് 1ന്റെ ആൻസർ ആണെങ്കിൽ 1 ഇട്ടിട്ട് ചെറിയ ചെറിയ പിക്ചേഴ്സ് വരയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് കുറെ കൂടെ നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഞാൻ ഇപ്പൊ റീൽസ് ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഫോട്ടോസ് ഉള്ളതാണ്. അപ്പൊ ഫോട്ടോസ് വെക്കുമ്പോ ഇപ്പൊ നമുക്ക് നാളെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഒരു പിള്ളേർക്ക് ഒരു കൗതുകമായിരിക്കുമല്ലോ കാണിക്കുമ്പോഴാണെങ്കിലും. അതുകൊണ്ടാണ് പല രീതിയിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റി കാണിക്കാം അല്ലെ. അപ്പൊ പിക്ചേഴ്സ് ഒരു ചാർട്ട് പേപ്പറിൽ അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചിട്ട് ആൻസർ കീയുടെ നമ്പർ ഒന്നും കൊടുക്കരുത്. ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന്റെ ആൻസർ ഇതിലുണ്ട് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യിക്കാം. വെരി ഗുഡ്. അതെ, ഒരു ഡൗട്ട് കൂടി. ഈ പ്രോവർബ് ഒക്കെ നമ്മൾ എഴുതുമ്പോ ഒരു പേജിൽ തന്നെ ഈ 10 എഴുതണമെന്നുണ്ട്, അല്ലെങ്കിൽ 2 പേജിലായിട്ട് എഴുതിയ കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ വലിപ്പം അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി 2 or 3 pages. മിസ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മൈ കളക്ഷൻ ബുക്ക് നമ്പർ 1ഉം 4ഉം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞില്ലേ? ഒരുമിച്ച് ചെയ്യാൻ ഞാൻ പറയല്ല, അത് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്താൽ എളുപ്പമായിരിക്കും. അതായത് കളക്ട് ചെയ്യുന്നതിന്റെ കാര്യമല്ലേ? സത്യത്തിൽ 5 റെക്കോർഡായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണമല്ലോ. സെപ്പറേറ്റ് റെക്കോർഡിൽ എഴുതണം കേട്ടോ, അല്ലാണ്ട് മൈ കളക്ഷൻ. മനസ്സിലായോ? കാരണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് 1ഉം 4ഉം ഒരേ സമയം ഇരുന്ന് ചെയ്യാനുള്ളത്. ഓർഡർ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യാം. മൈ കളക്ഷൻ ബുക്കില് പിന്നെ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിലും ഏകദേശം ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ.
ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ലേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതെ. ഓക്കെ. അതുപോലെ തന്നെ മാം നമ്മുടെ ഈ മൈ കളക്ഷൻ ബുക്ക് നമ്മൾ അതായത് നമ്മൾ സൂക്ഷിക്കാനുള്ള നമ്മളുടെ കയ്യിൽ വെക്കാനുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ള റെക്കോർഡ് ബുക്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാച്ചിലും ഇത്ര കുട്ടികളല്ലേ. ഞാൻ ഇങ്ങനെയാണ് ഒരു സജഷൻ വെച്ചത്. ഒരു പെർട്ടിക്കുലർ ഡേ വന്നിട്ട് ഒരു ടൈം പറയും. ആ ടൈമില് പറയുന്ന പേജ് ഇപ്പൊ ലൈക്ക് പസിൽസ് ആൻഡ് അല്ല റിഡിൽസ് ആ ഒരു പോർഷൻ മാത്രം ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നിഷോട് പറയുന്നു. അപ്പൊ പറയുന്ന ഡേറ്റില് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ ക്യാൻ ഡു ദാറ്റ് ഓൺലി. ഞാൻ അത് മാത്രം ചെയ്താൽ മതിയല്ലോ, എന്റെ സബ്മിഷൻ കഴിയുന്നതല്ല. ഈ റെക്കോർഡ് ബുക്ക് ഇസ് ഫോർ യു, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇറ്റ്സ് ഫോർ യു. നമ്മള് വി ഓൾവേസ് ട്രൂത്ത്ഫുൾ ടു അവർ സെൽഫ്. നമ്മളോട് തന്നെ ട്രൂത്ത്ഫുൾ ആയി നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക, ഏറ്റവും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്യണം, സൈൻ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ് അത് വേറെ ഏതെങ്കിലും രീതിയിൽ അത് ഹാർഡ് കോപ്പി കൊറിയർ അയച്ച് ഞങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത് പിന്നെ തിരിച്ച് കൊറിയർ അയച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർ, അല്ലെങ്കിൽ വന്ന് ഒരു ദിവസം ഒരു ഡേ അതിന് വേണ്ടി വെക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സജഷൻ കേട്ടോ. നമ്മൾക്ക് എങ്ങനെയായാലും നമ്മൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരും. ഇത് ബൾക്കായിട്ട് ഇത്രയും പേജസ് ഫോട്ടോ എടുത്ത് ഒരാൾ അയക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഒരു 100 പേജസ്. അങ്ങനെ 5 റെക്കോർഡ് വരും. അങ്ങനെ എത്ര കുട്ടികളാ. ഇപ്പൊ തന്നെ ഭയങ്കര സോഫ്റ്റ് കോപ്പി ഇങ്ങനെ അയക്കുമ്പോഴേ ഭയങ്കര പാടായിരിക്കും വെരിഫൈ ചെയ്യാനൊക്കെ. അതിലും നല്ലത് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഇരിക്കുക, എല്ലാരും വരിക, ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ പസിൽസ് എന്ന് പറഞ്ഞിട്ട് മാം, അത് ഒരു പസിൽസ് വെച്ചിട്ട് അതില് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടതാ, അല്ലെങ്കിൽ 10 പസിൽസ് തന്നെ ചെയ്യണം? അതെ. എങ്ങനെയായിരുന്നു മാം? 10 ഡിഫറെന്റ് പസിൽസ് ക്വസ്റ്റ്യൻസ്. ഒരു പസിൽസിൽ 10 ക്വസ്റ്റ്യൻസ് അല്ലല്ലോ, 10 ഡിഫറെന്റ് പസിൽസ് അല്ലേ ചെയ്യേണ്ടത്? 10 പേജസിൽ 10 ഡിഫറെന്റ് പസിൽസ് അല്ലേ? ഞാൻ കേട്ടില്ല. 10 പേജസ് എന്നല്ലോ പറഞ്ഞോ? 10 പേജസിൽ 10 പസിൽസ് ആയിട്ട് ചെയ്യേണ്ടതാ? ഏതിന്റെ കാര്യം ചോദിക്കുന്നത്? മൈ കളക്ഷൻ ബുക്കിലെ പസിൽസ് ആണോ? ആ പസിൽസ്. അത് ക്വസ്റ്റ്യൻസ് ഇല്ലേ? എന്താ പറയാ, പല ടൈപ്പ് പസിൽസ് ഉണ്ട് അല്ലേ? എന്തോ കൊടുക്കും ക്ലിയർ ആവുക മാം പറഞ്ഞു കൊടുക്ക്. ഓക്കെ, ട്രിക്കി ക്വസ്റ്റ്യൻസ്. രഞ്ജിത ട്രിക്കി ക്വസ്റ്റ്യൻസ്, കുസൃതി ചോദ്യങ്ങൾ എന്നൊക്കെ പറയില്ലേ. മറ്റേത് പഴഞ്ചൊല്ല്, നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ റിഡിൽസ്. റിഡിൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, ബട്ട് ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യുന്നത് ഓ ഇങ്ങനെയായിരുന്നു എന്ന്. സ്റ്റേറ്റ്മെന്റും ആൻസറും ആയിട്ട് നമുക്ക് ഒരു കണക്ഷനും ആദ്യം തോന്നില്ല, പക്ഷെ ആൻസർ കേട്ട് കഴിയുമ്പോ ശരിയാ. അങ്ങനെയൊക്കെ തന്നെ പസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പൊ ഹരി മിസ്സിംഗ് നമ്പേഴ്സ് പസിൽസ് ഉണ്ടാക്കാം, പിക്ചർ പസിൽസ് ചെയ്യാം, വേർഡ് പസിൽസ് ചെയ്യാം, അങ്ങനെ എന്ത് പസിൽസും. പക്ഷെ ഞാൻ വഴി കണ്ടെത്തുക, അത് ഈ പസിൽസിൽ പറ്റുമോ? അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ബട്ട് ഫോർത്ത് റെക്കോർഡിലേക്ക് സെയിം തന്നെ റിപ്പീറ്റ് ആവരുതെന്നേ ഉള്ളൂ. കാരണം അതിൽ ഓൾറെഡി അതുപോലുള്ള ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഓക്കെ 4 പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ അല്ലേ? അതിൽ ഓൾറെഡി നമുക്ക് എല്ലാം ഉണ്ട്. പിക്ചർ പസിൽ, നമ്പർ പസിൽ, വേർഡ് പസിൽ, പിന്നെ ഫൈൻഡ് ഔട്ട് ദ വേ, അങ്ങനെ ക്രോസ് വേർഡ് പസിൽ കുറേ ഉണ്ട് അതില്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു ഇതിനകത്ത് എല്ലാം സ്റ്റേറ്റ്മെന്റ് വരുന്ന പസിൽസ് ആണ് എഴുതിയത്. വേർഡ് പസിൽസ്, അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോലെ അങ്ങനെയുള്ള പസിൽസ് ആണ് ചെയ്തത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അതുപോലെയാണ് നോക്കാൻ പറ്റുമോ? ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാണാം, ബ്രൈറ്റ്നസ് കുറവ്. ഇപ്പം പസിൽസ് കാണുന്നില്ലേ? ഇതല്ലേ പസിൽസ് ആയിട്ട് ചെയ്യണ്ടേ? ഇത് മാത്രല്ല, പല രീതിയിൽ പസിൽസ് ചെയ്യാം. ഇതൊരു ക്രോസ് വേർഡ് പസിൽ പോലെയല്ലേ? അപ്പൊ ഇതില് 3 ക്വസ്റ്റ്യൻസേ ആകെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ 10 ചെയ്യണോ, അല്ലെങ്കിൽ ഇതുപോലെ 10 ഡിഫറെന്റ് പസിൽസ് തന്നെ ചെയ്യണോ എന്നാണ് ചോദിച്ചത്. ഇത് കിഡ്സ് ആക്ടിവിറ്റി ബുക്കിലാണെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും. മറ്റേതിൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി ആയിരുന്നു. കുഴപ്പമില്ല.
ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതുപോലെ ആരുടെ എയുടെ മകനാണ് ബി, അപ്പൊ സി ആരാ, അങ്ങനത്തെ കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക അല്ലേ? അതെ, ബാക്കി പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി ബുക്കിന് ഈ എല്ലാ ടൈപ്പും നമുക്ക് കാണിക്കാം. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്. യെസ്, നമ്മൾ പറഞ്ഞ കാര്യം. Rani's had 3 children. The first was June, the second was July. What was the name of third? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ? റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്. യെസ്. ഡേയ്സ്, ഡേ വരുന്നത്, പിന്നെ പൊസിഷൻ വരുന്നത്, ഇതെല്ലാം അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസിൽ വരും. അങ്ങനെ നോട്ട് ചെയ്യാൻ മാം, അപ്പൊ തെറ്റിപ്പോകില്ല. അതെ മാം, കളക്ഷൻ ബുക്കിൽ ഇങ്ങനെ വേർഡ് പസിൽസ് തന്നെയാണ് നല്ലത്. പക്ഷെ ഇത് ഇപ്പൊ എനിക്ക് കാണിച്ചു തന്ന ക്രോസ്വേർഡ് പസിൽ ഇത് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് തന്നെ മറ്റേതിൽ റിപ്പീറ്റ് ചെയ്ത് സെയിം വരരുതെന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ ആക്ടിവിറ്റി ബുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കളക്ഷൻ ബുക്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളോട് അന്ന് ഞങ്ങളുടെ മാം കളക്ഷൻ ബുക്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള പസിൽസ് എഴുതാൻ പറഞ്ഞത്. മിസ്, അപ്പൊ ഈ പസിൽസിന്റെ ആൻസർ വേണ്ടി ഒന്ന് ചെയ്തണ്ടേ? പസിൽസിന്റെ എനിക്ക് ക്ലിയർ ആയില്ല. പസിൽസിന്റെ ആൻസർ എഴുതണ? മൈ കളക്ഷൻ ബുക്കിൽ എല്ലാം ആൻസർ വേണം, ആക്ടിവിറ്റി ബുക്കിൽ ആൻസർ വേണ്ട. അത് ഇപ്പൊ നമുക്ക് കളിക്കുടുക്ക കയ്യിൽ കിട്ടുമ്പോ അല്ലെങ്കിൽ മാജിക് പോട്ട് കയ്യിൽ കിട്ടുമ്പോ അതിനൊന്നും ആൻസർ ഇല്ല അല്ലെ? നിങ്ങൾക്ക് ആൻസർ കൊടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ തല തിരിച്ച് ആൻസർ എഴുതില്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ ഈ ബുക്കുകളില്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് താഴേക്ക്, ആൻസർ മുകളിലേക്ക്, അങ്ങനെ വേണമെങ്കിൽ കൊടുത്തു. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. സോ ഞാൻ പറഞ്ഞത് ഇപ്പൊ പസിൽസ്, പ്രോവർബ്സ് കഴിഞ്ഞു, റിഡിൽസ് കഴിഞ്ഞു, പസിൽസ് കഴിഞ്ഞു, ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് അതും കഴിഞ്ഞതല്ലേ? അതൊന്ന് പറഞ്ഞുതരുമോ മാം? ആ ട്രഡീഷണലിന്റെ ഒന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്ര വലിയ സുഖമുള്ളതൊന്നുമല്ല. ഞാൻ എല്ലാം എഴുതി വന്നപ്പോ ഹെൽത്ത് റിലേറ്റഡ് ആയി എന്ന് മാത്രം. ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ എഴുതുന്ന കാര്യങ്ങൾ ഫാക്ട് ആയിരിക്കണം, ബ്ലൈൻഡ് ബിലീഫ് ആകരുത്. ചില അന്ധവിശ്വാസങ്ങൾ, ആ രീതിയിലുള്ള എൽഡേഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ആകരുത്. എല്ലാം ഫാക്ട് ആയിരിക്കണം. ഓക്കെ. ഞാൻ എഴുതിയത് ചൂ ജിഞ്ചർ വിത്ത് സോൾട്ട്, ഗുഡ് മെഡിസിൻ ഫോർ ഡിസെൻട്രി. ചിലപ്പോ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോഴേക്കും, ഗ്യാസ് കയറിയിട്ടൊക്കെ കരയുമ്പോഴേക്കും ചിലപ്പം പ്രായമായവർ ഓരോരോ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരില്ലേ? കുട്ടിയെ കുളിപ്പിക്കുമ്പോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലേ? പിന്നെ നല്ല ചൂടെടുക്കുമ്പോ, ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും, വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോ, അങ്ങനെയൊക്കെ വരുമ്പോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലെ? അപ്പൊ അതുപോലെ ഞാൻ ഒരെണ്ണം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാവില കൊണ്ട് പല്ല് തേക്കുന്നത് പണ്ട് ചെയ്തോണ്ടിരുന്നത് ഗുഡ് ഹാബിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേപ്പിന്റെ സ്റ്റിക്ക് എടുത്തിട്ട് ചിലർ ഇങ്ങനെ ഇങ്ങനെ പല്ല് തേക്കുന്നതാണോ അതും. പിന്നെ സ്വെല്ല് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം പിടിക്കുന്നത്, അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ എഴുതി വന്നപ്പോ എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആയി. എനിക്ക് കൂടുതലൊന്നും അല്ലാത്ത നോളജ് ഒന്നും എൽഡേഴ്സ്, പിന്നെ പറഞ്ഞതൊന്നും എനിക്ക് അങ്ങനെ ഫാക്റ്റ് ആയിട്ട് തോന്നിയില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആയിപ്പോയി. പിന്നെ എഴുതിയത് ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വലിയ അർത്ഥമൊന്നുമില്ല. ഡോണ്ട് ടേക്ക് നോൺ വെജ് ഫുഡ് വിത്ത് മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പാലൊക്കെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാറുണ്ട് അല്ലെ നോൺ വെജ് ഒക്കെ. സോ അതിന് വലിയ പ്രസക്തി ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അന്ന് ഞാൻ എഴുതിയിരുന്നു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങള്, അങ്ങനെ നമ്മള് പഴയ ആളുകള്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന കുറെ ഇൻഫർമേഷൻസ് ഇല്ലേ, അത്. അപ്പൊ അത് ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ? ട്രഡീഷണൽ നോളജ്. ഇങ്ങനത്തെ എഴുതാവോ? മൂത്തവർ ചില നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മതിരിക്കും, അതൊക്കെ എഴുതാവോ? അങ്ങനെയൊക്കെ എഴുതാവോ? അത് പ്രോവർബ് അല്ലേ? ഓക്കെ. ആകെ കൺഫ്യൂഷൻ ആയി പോവാണ്. നീ ഒന്നുകൂടെ കുഴപ്പിക്കും, എങ്ങനെയെങ്കിലും മനുഷ്യൻ സെറ്റ് ആയിട്ട് വരുവാ. ഞാൻ വിചാരിക്കും. മാം എഴുതിയേക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് അമ്മമാരൊക്കെ പറഞ്ഞ തന്നെ കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ, അല്ലാതെ ഇപ്പൊ അതിലെന്താ കൊടുക്കാൻ പറ്റുക? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കഴിഞ്ഞ ക്ലാസ്സിലേയും പറഞ്ഞിരുന്നു. അത് പറ്റില്ലേ? എങ്ങനെ
ചെറുപ്പത്തിലേ ഒരു കുഞ്ഞ് പഠിക്കണ വരെ നമ്മളെ അപർണമേ പറയാറില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ, അതൊരു ഇൻഫോർമേഷൻ അല്ലേ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അത് കാര്യം. പ്രോവർബിലല്ലേ വരുള്ളൂ. അതങ്ങനെ എഴുതാന്നപ്പോലെ അതല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ചേ, അപ്പൊ അതല്ലാന്ന് പറഞ്ഞു. ഇൻഫോർമേഷൻ അല്ലേ. ജിഷ മാം പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഇപ്പൊ പീരീഡ്സ് വരുമ്പോ പണ്ടുള്ളവരൊക്കെ പറയില്ലേ ചൂടുവെള്ളം ഒരുപാട് കുടിക്കുക, കൂടുതലും ഹെൽത്തായിട്ടൊക്കെ റിലേറ്റഡ് എഴുതിയാൽ ഒരുപാട് കിട്ടുമെന്ന് തോന്നുന്നു. അതേ കിട്ടുന്നുള്ളൂ. ശരിക്കും അതേ ഉള്ളൂ, ഫാക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പണ്ട് ആൾക്കാർ പറയുമായിരുന്നു ഓ ടൈമില് പുറത്തു പോകരുതെന്ന്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞ ആരും സമ്മതിക്കില്ലല്ലോ. അന്ന് ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ കാലാട്ടരുത് ബെഡിലിരുന്ന വെച്ചാൽ പണ്ടത്തെ ആൾക്കാര് തുപ്പൽ കോളാമ്പി എങ്ങാണ്ട് ബെഡിന്റെ അടിയിൽ വെക്കും. അയ്യോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവിടെ മുഴുവൻ വൃത്തികേടാകും, അതൊക്കെയാണ്. പിന്നെ അതിന്റെയൊക്കെ ഫാക്ടറി വന്നിട്ട് രാത്രിക്ക് തല ചെയ്യരുത്. ഇപ്പൊ പണ്ടുള്ള കറണ്ട് ഉണ്ടായുള്ള സമയത്ത് അപ്പൊ മുടിയൊക്കെ പോയി ഭക്ഷണത്തിൽ ചാടും. നഖം വെട്ടരുത്, വാതിൽപ്പടിയുമേ ഇരിക്കരുത്, രാത്രിയിൽ നഖം വെട്ടരുത്. അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ. നഖത്തിന് പകരം വിരല് വെട്ടിയാലോ വെച്ചിട്ട് അങ്ങനെ പറയുന്നത്. പിന്നെ രാത്രി അരക്കരുത്. അരക്കരുന്ന് പറഞ്ഞാൽ പ്രാണികളൊക്കെ ഒത്തിരി വരുന്ന സമയം രാത്രി സമയം, ലൈറ്റ് ഇല്ലല്ലോ. ചമ്മന്തി അരയ്ക്കുമ്പോ ഇതും കൂടെ ആയി പോകും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടത് ഫാക്ട്, ബ്ലൈൻഡ് ബിലീഫ് ആയിട്ടുള്ളതൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോ ശരിക്കും ഹെൽത്ത് റിലേറ്റഡ് എനിക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പ്ലീസ് ഷെയർ. എനിക്ക് കിട്ടിയ ഒരെണ്ണം ഞാനൊന്ന് പറയട്ടെ മാം. അത് എനിക്ക് അറിയത്തില്ല പറ്റുമോ ഇല്ലയോ എന്ന് മാമിനോട് ഞാൻ ഡൗട്ട് ചോദിക്കുക. പറയൂ. Don't be dependent too much on anyone in this world, because even your own shadow leaves you when you are in darkness. പറ്റുമോ? ഞാനൊന്ന് ഡോർ അടിച്ചിട്ട് തരാം, ഇവിടെ കുറച്ച് പണി നടക്കുകയാണ്. അല്ല ഇപ്പൊ ഈ മിസ് പറഞ്ഞില്ലേ ഇപ്പൊ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പം കാലാട്ടരുത് അതെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത്? എല്ലാം ഇംഗ്ലീഷിൽ എഴുതണ്ടേ? സമ്മതിക്കുന്നുണ്ടോ സഞ്ജനെ? അതൊന്ന് പറഞ്ഞിടാ. അത് വിളക്കിട്ടാല് എന്ത് പറ്റുമെന്ന് കഴിക്കാൻ പാടില്ലെന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് സന്ധ്യാനേരത്ത് അങ്ങനെ പറയാറുണ്ട്. വിളക്ക് വെക്കുന്ന കാരണം എനിക്ക് അറിയത്തില്ല. അതെ, കോട്ടായിട്ട് എനിക്ക് തോന്നിയത് ഒരു കോട്ടാണ്. ഇറ്റ്സ് ഗുഡ് സ്പോട്ട്. അത് നമുക്ക് ഒരു ട്രഡീഷണൽ നോളജ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇഫ് യു ഫീൽ ലൈക്ക് യു ക്യാൻ ആഡ്. കാര്യമാണോ മാം ഞാൻ പറഞ്ഞതിന്റെ കാര്യമാണോ മാം പറഞ്ഞേ? അതെ അതെ അതെ, അതെനിക്കൊരു കോട്ട്, ഒരു ഫേമസ് കോട്ട്, നമ്മളെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് ആയിട്ട് തോന്നി. അതൊരു ട്രഡീഷണൽ നോളജ് എന്നുള്ള രീതി. നമ്മളെ നോളജ് എന്താ? നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ അനലൈസ് ചെയ്ത് അത് അറിവ് നമ്മൾ അതിനെ ഒരു ഫോമിലാക്കി വെക്കുമ്പോഴാണ് അത് നോളജ് ആയിട്ട് മാറുന്നത് അല്ലെ. പിന്നെ ദാറ്റ് മീൻസ് അതൊരു ഫാക്റ്റ് ആണ്, എല്ലാരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കട്ടെ? പറഞ്ഞു കൊടുക്കൂ. അതായത് ഇഫ് യു ഹാവ് കോൾഡ് ആൻഡ് കഫ് യു ക്യാൻ ഡ്രിങ്ക് തുളസി ടീ ഓർ തുളസി put in boiled water and you can drink it, you will get a good relief. ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് തോന്നി അല്ലേ മാം? വെരി ഗുഡ്. അതുപോലെയുള്ളത്. അപ്പൊ നമ്മൾക്ക് ഫാക്ട് നോക്കി പോകുമ്പോ മിക്കവാറും ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഹെൽത്ത് റിലേറ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ എഴുതൂ. നിങ്ങൾ കുറെ ആലോചിക്കുമ്പോ കുറെ കിട്ടും. പ്രായമായ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് പ്രായമായവര് പറയില്ലേ മാം 6 മണിക്ക് ശേഷം കുട്ടികളെ പുറത്തു കൊണ്ടുപോകരുത്, അങ്ങനെയൊക്കെ ഇതൊക്കെ എഴുതാം നമുക്ക് ഇംഗ്ലീഷിലാക്കിയിട്ട്. നമുക്ക് അതിനകത്തൊരു സയന്റിഫിക് റീസൺ വല്ലതും ഉണ്ടോ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമോ? അത് സന്ധ്യ സമയത്ത് കൊള്ളില്ലാത്ത ഇങ്ങനെ നടക്കുന്നോണ്ട് കുട്ടികളെ അങ്ങനെ പുറത്തേക്ക് വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ കേട്ടില്ല. കൊള്ളില്ലാത്ത എന്തൊരു പക്ഷി വരും, അപ്പൊ ഈ പച്ച കളറില് പിന്നെ വയറ്റുന്ന് പോകുന്നൊക്കെ ഇങ്ങനെ പഴയ ആൾക്കാർ പറയുന്ന കേൾക്കാം. അതാണോന്ന് അങ്ങനെ എഴുതാൻ പറ്റും. എന്താ പറഞ്ഞേ? ഈ സന്ധ്യ നേരത്തെ പിന്നെ നമ്മളിവിടെ നിന്നൊക്കെ പറയാറുള്ളതാണ്, ഈ സന്ധ്യ നേരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് പുറത്ത് അങ്ങനെ പോവരുത്, അവർക്ക് ഇങ്ങനെ ഗ്രീൻ കളറില് പിന്നെ വയറ്റിളക്കം വരും കുട്ടികൾക്ക്. അങ്ങനെ എന്തോ ഒരു പക്ഷി പറക്കുന്നൊക്കെ എന്റെ പിന്നെ പ്രായമായ ഉമ്മയൊക്കെ പറയുന്ന കേൾക്കാം. അതാണോന്നുള്ളത് അത് ഞങ്ങളുടെ ഇവിടെയും പറയാറുണ്ട്.
ഈ കുഞ്ഞു പിള്ളേർക്ക് ഈ പ്രായമായ ആൾക്കാര് ഹലോ ഇപ്പൊ ആരും കേൾക്കില്ല മാം. പക്ഷേ ഇപ്പൊ ഈ പ്രായമായ ആൾക്കാര് പുറത്തിറങ്ങുമ്പോ പറയും. അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. എന്റെ മക്കള് കുഞ്ഞിതായിരുന്ന സമയത്ത് ഞാൻ ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ കുറച്ച് അധികം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം നന്നായിട്ട് ചൂടാവും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ആ ചൂടിനുള്ള, അതായത് വെയിലിന്റെ ചൂട്, പുറത്തുനിന്നുള്ള ചൂടും കൂടെ കൂടിയ കൊച്ചിന് പാല് കൊടുക്കുന്നത്. അപ്പൊ കൊച്ചിന്റെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പച്ച കളറിൽ പോകാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ഒക്കെ നന്നായി വെള്ളം ഒഴിച്ച് കഴുകി അങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തിന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പിന്നെ പാല് കൊടുക്കുമ്പോൾ നമ്മൾ പറമ്പിലൊക്കെ പണിയേണ്ടിയൊക്കെ വരുവേ. അപ്പൊ നമ്മുടെ ദേഹം വല്ലാതെ ചൂടാവൂലോ. കൊച്ചു കരയുമ്പോൾ ഓടി വന്ന് പാല് കൊടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കത്തുള്ളൂ. മനസ്സിലായി. പിന്നെ പണ്ട് എല്ലാവരും പറയില്ലേ മാം, നമ്മള് നോൺ വെജ് ഉപയോഗിക്കുന്നതിനൊപ്പം തൈര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പണ്ട് എന്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് നോൺ വെജ്. പക്ഷെ ഇപ്പൊ തൈര് ഉപയോഗിച്ചിട്ടാണ് നോൺ വെജ് കുക്ക് ചെയ്യുന്നത് പോലും. ചിക്കനൊക്കെ തൈരൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്. സംസാരിക്കാൻ പാടില്ല അങ്ങനെ പറയാലോ. ക്ലാസ്സിലൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുക, അത് ചെയ്യാൻ പാടില്ലല്ലോ. വലുതാവണവരെ അങ്ങനെ വരും എന്നുള്ള ആ ഒരു ഫാക്ട് ഒക്കെ വെച്ചിട്ടേ. പിന്നെ ക്രോസ് ചെയ്യുമ്പോ കൈ പിടിച്ച് നടക്കുക. ഓക്കെ. പിന്നെ പെറ്റ്സിനോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുക. പിന്നെ ഡ്രസ് ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഡ്രസ് ചെയ്യുന്നത് നീറ്റായി ചെയ്യുക. അതൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതേണ്ട വരും. നമുക്ക് ഞാൻ ഈ ട്രഡീഷണൽ നോളജിന്റെ ഒപ്പം ട്രഡീഷണൽ സയന്റിഫിക് നോളജും കൂടെ ചേർക്കണമായിരുന്നു എന്ന് എനിക്ക് പണ്ട് മാം എന്റെ ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയരുത്, അങ്ങനെയൊക്കെ ഉള്ളതാണോ? ഇപ്പോഴത്തെ കുട്ടികൾ ആരറിയാൻ? ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയുന്നൊക്കെ കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടും ഇല്ല, കഷ്ടമില്ല. അതെന്താ ചോദിക്കും. എന്റെ ഞാൻ പോവാട്ടെ, എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. മാം റെക്കോർഡിനെ കുറിച്ച് പറയാം മാം, ഡൗട്ടുകളൊക്കെ മതി. ഞാൻ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. യൂസിങ് ദി സ്റ്റാർസ് ടു നാവിഗേറ്റ് അറ്റ് നൈറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് ഫീച്ചേഴ്സ് ഫോർ ഡയറക്ഷൻ. അതായത് പണ്ടുള്ള ആൾക്കാര് നക്ഷത്രങ്ങൾ നോക്കിയിട്ട് രാത്രി യാത്ര ചെയ്യായിരുന്നു, ഈ കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോ. അങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള പറ്റില്ലേ? അതായത് അത് സയന്റിഫിക് അല്ലേ? നക്ഷത്രങ്ങളെ നോക്കിയിട്ട് മിസ് ബാക്കിയും കൂടെ രചന പറഞ്ഞിട്ട് പറയുമോ? എനിക്ക് മനസ്സിലായതെല്ലാം ഞാൻ ഇവർക്ക് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോ എക്സാമ്പിൾ വെച്ച് ഞാൻ ഇട്ടുതരാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഫാക്ട്സ് ആയിരിക്കണം, ബ്ലൈൻഡ് ബിലീഫ് ഒന്നും പാടില്ല. പിന്നെ ചുമ്മാ കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ, ഇങ്ങനെ പ്രായമായ ആൾക്കാര്. ആ സ്റ്റേറ്റ്മെന്റിന് ക്ലാരിഫിക്കേഷൻ ഉള്ള, സയന്റിഫിക് ആയിട്ട് ഫാക്ട് ആയിട്ട് ക്ലാരിഫിക്കേഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം. നോ മോർ ഒഫൻസ് പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Pictures of wonderful animals or creatures with details. Write at least 5 numbers. At least എന്നാണ് പറഞ്ഞത്. You can add more. ഞാനപ്പോ ഒരു പേജില് 2 എണ്ണമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയത് 2 പാരഗ്രാഫ്സേ ഉള്ളൂ, വലിയ എസ്സേ പോലെയൊന്നും എഴുതിയില്ല. അതിന്റെ ആ ഒരു വണ്ടർഫുൾ അനിമൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് എഴുതുക. ഞാനിത് എഴുതുന്ന സമയത്ത്, മീൻസ് അത് സബ്മിറ്റ് ചെയ്ത സമയത്ത് മാം ഇത് വായിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വണ്ടർഫുൾ ആയി തോന്നിയത് വേറൊരാൾക്ക് വണ്ടർഫുൾ ആയി തോന്നണം എന്നില്ല, അതാണ്. അതുകൊണ്ട് ഇത് ശരിയാണോ അത് ശരിയാണോ, ഇത് ഞാൻ എഴുതിക്കോട്ടെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പൊ ഉറുമ്പ് വണ്ടർഫുൾ ക്രീച്ചറാ അല്ലെ, എഴുതിയാലും ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. സോ നോ ജഡ്ജ്മെന്റ്. ഞാൻ എഴുതിയത് വെജിറ്റേറിയൻ പിരാന. ഇപ്പൊ മാർക്കില്ലേ ഞങ്ങൾ എഴുതുന്നതിന്? മാർക്കില്ലേ ഇതിന്? മാർക്ക് തരും. ഓക്കെ ഓക്കെ, അല്ലാതെ എഴുതുന്ന ഇന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഇല്ല. ഓക്കെ ഓക്കെ, നിങ്ങളുടെ വ്യൂ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് വണ്ടർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാണി എനിക്കത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ക്രീച്ചറാണ്. ഞാൻ അതുകൊണ്ട് അത് എഴുതി. പ്രാർത്ഥിക്കുന്ന പ്രാണി. ചിലർ ചോദിച്ചു ഇതിനകത്ത് എന്ത് ഇത്ര വണ്ടർഫുൾ. ഞാൻ എപ്പോ നോക്കിയാലും ഈ പ്രാണി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സോ എനിക്കത് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി. എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങള് ചിന്തിക്കുന്നു ഉറുമ്പിനെ പറ്റി എന്തോ പ്രാർത്ഥിക്കുന്ന പ്രാണി.
കാണണോ? ട്രെയിൻ കാണാറില്ലേ? പുല്ലിലൊക്കെ ഇങ്ങനെ വന്നിരിക്കണ കാണാറില്ലേ? വെട്ടില്ല പുൽച്ചാടി അല്ലേ? പുൽച്ചാടി വേറെ. പച്ചക്കുതിര എന്ന് പറയും. ഇത് പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ വായിച്ച് തന്നപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ടോ. ഇത് നമ്മുടെ ഇവിടെ വീട്ടിൽ വന്ന എന്താ പറയാന്നറിയോ? നമ്മുടെ എന്തെങ്കിലും നേർച്ച ചെയ്തിട്ട് അതിന്റെ കടമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പ്രാണി വരുമെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പച്ചക്കുതിര കയറി കഴിഞ്ഞാൽ പണം വരും എന്നാണ് പറയുന്നത്. നമ്മുടെ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. അതെല്ലാ നാട്ടിലും പറയും. പച്ചക്കുതിര വന്നാ പണം വരുമെന്ന് എല്ലാ നാട്ടിലും പറയാറുണ്ട്. പ്രതീക്ഷിക്കും ഇപ്പൊ കിട്ടും പ്രതീക്ഷിക്കും, പക്ഷെ കിട്ടാറില്ല. റൈറ്റ് സൈഡിൽ എഴുതുക, ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുക. ചിത്രം ഒട്ടിക്കാൻ കിട്ടുന്നതിൽ വരച്ചാ മതിയാ? വരയ്ക്കാം. അയ്യോ, അതാണ് ഏറ്റവും നല്ലത്. എനിക്കൊന്നും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കളക്ട് ചെയ്ത് ഒട്ടിച്ചത്. ഇതിനകത്ത് കളക്ഷൻ ബുക്കില് ഫുൾ പിക്ചേഴ്സ് നമുക്ക് വേണം. അത് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ്, നിങ്ങൾക്ക് ഓൺ ഹാൻഡിൽ വരയ്ക്കാം, ഡ്രോ ചെയ്യാം. പിന്നെ അതിനെ കുറിച്ച് എഴുതേണ്ടതില്ലേ? നമുക്ക് എന്തുകൊണ്ട് അത് വണ്ടർഫുൾ ആയി തോന്നിയെന്നാ എഴുതേണ്ടത്? അതെ അതെ, അത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാ. അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. ശരി. നെക്സ്റ്റ് വൺ, ഇത് മെയിൻ ഹെഡിങ് ആണ്. ജി എന്നുള്ളത് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അത് വേണമെങ്കിൽ ഒരു പേജിന്റെ മിഡിലായിട്ട് എഴുതിയിട്ട് അടുത്ത പേജ് തുടങ്ങി സബ് ഹെഡിങ് ആയിട്ട് ഓരോന്ന് തുടങ്ങാം. എന്നോട് ആരോ ചോദിച്ചു, ഇത് കളക്ഷൻ മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും എഴുതണ്ട. അപ്പൊ എന്നോട് ഒരു ട്രെയിനി ചോദിച്ചു, ഞാൻ ഡീറ്റെയിൽ ആയിട്ടും കൂടെ എഴുതിക്കോട്ടെ, ഓരോന്നിനും ചെറിയ ചെറിയ പാരഗ്രാഫ് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേജ് നമ്പർ ഒക്കെ നോക്കി വെരിഫൈ ചെയ്തിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയവരും ഉണ്ട്. ബട്ട് ആക്ച്വലി നമുക്ക് കളക്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എഴുതണം എന്ന് തോന്നുവാണെങ്കിൽ എഴുതാം. പിക്ചർ മാത്രം കാണിച്ചു തരൂ. ഡൊമസ്റ്റിക് അനിമൽസ് ഞാൻ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു തുടങ്ങി. ഒരു പേജിൽ 4 എണ്ണം അങ്ങനെ ഒട്ടിച്ച് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ കുറെ പേജ് അങ്ങ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡിലും കൂടെ ഒട്ടിക്കാം. അങ്ങനെ പിന്നെ ഞാൻ കുറെ പേജ് കഴിഞ്ഞപ്പോ 2 സൈഡിലും ഒട്ടിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ ചെയ്യാം. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇത് സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഈ ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതി ഒട്ടിക്കേണ്ടത് അല്ലേ? അതെ. മാം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല. നമുക്ക് കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പൊ നമ്മൾ പെയിന്റ് ഒട്ടിച്ചിട്ട് ഇപ്പൊ ഒരു പിക്ചർ ഒട്ടിച്ചിട്ട് ആ പിക്ചറിന്റെ അടിയിൽ അതെന്താണ് എന്നുള്ളത് മാത്രം കൊടുത്താലും മതിയോ? മതി. ഞാനിത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ വലിയ ചാർട്ട്, അതിൽ ആ പിക്ചറിനോട് ചേർന്ന് തന്നെ അതിന്റെ പേരും ഉണ്ടായിരുന്നു. നമ്മുടെ എളുപ്പമായിരുന്നു. ഒട്ടിച്ചാലും പോരെ, അതിനെപ്പറ്റി പാരഗ്രാഫ് എഴുതണമെന്നില്ലല്ലോ? ഇല്ല, അങ്ങനെ എഴുതിയവരുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെ പാരഗ്രാഫ് എഴുതേണ്ടത് മറ്റേ പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ ആനിമൽസ്, ആ വണ്ടർഫുൾ ആനിമൽസ് എന്നുള്ള ആ ഒരു ഇത് മാത്രം. അവിടെ വരെ നിങ്ങൾക്ക് എഴുതാനുള്ളൂ. അത് കഴിയുമ്പോ ഇനി ബാക്കിയെല്ലാം കളക്ഷൻ ആണ്. ഓക്കെ മാം. അത് വരക്കാൻ പറ്റും മാം? വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം, കുഴപ്പമില്ല. വരയ്ക്കാൻ പറ്റുന്നൊക്കെ വരച്ചു. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് നമ്മള് മിനിമം എത്ര എണ്ണം വേണം എന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ സബ് ഹെഡിങ് ആയിട്ട് വരുമ്പോ നമ്മൾ ഓരോന്ന് എത്ര എണ്ണം വീതം മിനിമം വേണ്ടി വരും? ഞാൻ 5 നമ്പേഴ്സ് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ല മാം, ഇപ്പൊ ഓക്കെ മാം. 5 എന്നുണ്ട്. അത് മിനിമം ആണ്. നിങ്ങൾക്ക് എത്രയും വേണമെങ്കിലും ചെയ്യാം. ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഫിഷസ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്രീസ്. അപ്പൊ ഫിഷ് എഴുതിയപ്പോഴേക്കും ആരോ പറഞ്ഞു വാട്ടർ അനിമൽസ് സെപ്പറേറ്റ് ചെയ്യട്ടെ എന്ന്. വളരെ വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ അനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, ജെല്ലി ഫിഷ്, സ്ക്യൂട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ, പിന്നെ ഒക്ടോപസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. ട്രീസ്. പിന്നെ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. എന്താ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്? വീട്ടുപകരണങ്ങളാണോ? നീന്താൻ വേണ്ടിട്ട് വീട്ടുപകരണങ്ങൾ. ഫാൻ, ടേബിൾ, ഇലക്ട്രിക് ഫാൻ, എയർ കണ്ടീഷണർ, ഗ്യാസ് സ്റ്റൗ, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, വാക്വം ക്ലീനർ, അങ്ങനെ പോകും. മിക്സി, ബൾബ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം,
മൈക്രോവേവ് ഓവൻ. ഇത് ഏതിന്റെ ഹെഡിലാ പറയുന്നത്? കണ്ടില്ല, കേട്ടത്. എട്ടാമത്തെ ഡൊമസ്റ്റിക്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. കളക്ഷന്റെ അകത്ത് വരുന്ന ഹെഡിന്റെ അകത്ത്. ഓക്കെ. ജി എന്നുള്ള ഇതിന്റെ മെയിൻ ഹെഡിങ്, അതിന്റെ സബ് ഹെഡിങ്. അതാണ് മാം എനിക്ക് കൺഫ്യൂഷൻ വന്നത്, ഞാൻ ചോദിച്ചത് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചില്ല. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോഴാണോ ക്ലാസ്സിൽ കയറിയ? അല്ല, ഞാൻ അത് കണ്ടില്ല മാം. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ അതായിരുന്നു പറഞ്ഞത്. അത് കേട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ല. അത് കേട്ടില്ല. പോയിന്റ് MS പെയിന്റിംഗ് ഇല്ലേ, നമ്മള് സിസ്റ്റത്തിൽ നമ്മൾ പെയിന്റ് ചെയ്യില്ലേ? ഓക്കെ. മറ്റേ നമ്മള് ഷേപ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് അതാണല്ലോ പറഞ്ഞ. ഓക്കെ, അതും കേട്ടോ. എല്ലാവർക്കും പറ്റുന്നില്ല. ഓർഡർ പോലെ തന്നെ ചെയ്യണോ? ഇതിലുള്ള ഓർഡർ പോലെ തന്നെ ചെയ്യണോ? ഇതിലുള്ള എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഓർഡർ പോലെ തന്നെ നമ്മൾ റെക്കോർഡ് ബുക്കിലും ചെയ്യണോ? ഇപ്പൊ പ്രോവർബ്സ് തന്നെ ഫസ്റ്റ്, പിന്നെ റിഡിൽസ്, അങ്ങനെ തന്നെ ഓർഡർ ആയിട്ട് തന്നെ പോണോ? പക്ഷെ ഇത് ഒരേപോലെ വരണം കേട്ടോ. ഈ ജി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയുള്ളതാണ് സബ് ഹെഡിങ്സ് ആണ് ഇതെല്ലാം. ഇത് ഒരുമിച്ച് എഴുതണം. ബാക്കിയെല്ലാം ഓർഡർ തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുമിച്ച് വരണം. ഓക്കെ. ഡിജിറ്റൽ പെയിന്റിംഗ് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലേ, ഇതുപോലെ കൂടുതലും ജോമെട്രിക് ഷേപ്പുമാണ്. പിന്നെ നമ്മളുടെ കൈയുടെ മൂവ്മെന്റ്സ് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പിക്ചേഴ്സിനെ മാറ്റിയെടുക്കാം. കുട്ടികൾ ഏറ്റവും കൂടുതൽ KG കുട്ടികളെ എല്ലാം കമ്പ്യൂട്ടർ ലാബിലേക്ക് ഇപ്പൊ കയറ്റുന്നുണ്ട്. അവരെ ആദ്യം ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്തായിരുന്നു? ട്രീസ് കഴിഞ്ഞു. പിന്നെ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് ആയിരുന്നു. പിന്നെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും ക്ലാസ് റൂമിൽ? ഡെസ്ക്, ബ്ലാക്ക്ബോർഡ്, ഡെസ്ക്, ടേബിൾ ആൻഡ് ചെയർ, ഡെസ്ക്, ബെഞ്ച്, ഷെൽഫ്, ടെക്സ്റ്റ് ബുക്സ്, അങ്ങനെയൊക്കെ, ഗ്ലോബ്, അറ്റ്ലസ്, അതൊക്കെ വരും. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, ഹെഡ്, നോസ്, എൽബോ, ഹാൻഡ്. മാം, ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് ഒന്നുകൂടെ എനിക്ക് ആ സമയത്ത് റേഞ്ചിലായിട്ട് ക്ലിയർ ആയില്ല. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസസ്, പ്രഷർ കുക്കർ, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, ഫാൻ, എയർ കണ്ടീഷണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. എക്സ്റ്റേണൽ ബോഡി പാർട്സ്, നെക്സ്റ്റ് ഇന്റേണൽ ബോഡി പാർട്സ്. മാം, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ലല്ലോ? ഡേറ്റ് നിങ്ങൾ പറയും. ലീസ് ടൈമാണ് എപ്പോഴും നല്ലത്. ചെയ്യാൻ ഉള്ള ആ ഒരു സ്പിരിറ്റ് അതായിരിക്കും. ഡേറ്റ് പറഞ്ഞോളൂ, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, 7 വണ്ടേഴ്സ് എന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഞാൻ എഴുതിയതെല്ലാം ഇന്ത്യയിലുള്ളതായിരുന്നു. ഇന്ത്യ ഗേറ്റ്, രാജ്ഘട്ട്, കൊണാർക്ക് ടെമ്പിൾ, റെഡ് ഫോർട്ട്, താജ്മഹൽ, മൈസൂർ പാലസ്, രാഷ്ട്രപതി ഭവൻ, ഗോൾഡൻ ടെമ്പിൾ, വിവേകാനന്ദ റോക്ക്, വിക്ടോറിയ മെമ്മോറിയൽ, അങ്ങനെ ഓരോ ഇതായിരുന്നു ചെയ്തത്. ഇപ്പൊ നമ്മളൊരു ചാർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിലൊരു മിനിമം ഒരു 15 പേപ്പറെങ്കിലും ഉണ്ടാവൂലേ? അപ്പൊ അത് കുട്ടിക്ക് സ്പേസ് കിട്ടുമെന്ന് മൊത്തം അതിലുണ്ടാവുമോ? അല്ലെങ്കിൽ ബാക്കി വേസ്റ്റ് ആവില്ല? വേസ്റ്റ് അല്ല, ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്തത് മുഴുവൻ ഞാൻ ഒട്ടിച്ചു വെച്ചു. അതെല്ലേ, ഓക്കെ. ബുക്സുകളിൽ കിട്ടും ചെറിയ പിക്ചർ തന്നെ ഒരു പേജിലൊക്കെ ഒട്ടിച്ചു. നെക്സ്റ്റ് വെഹിക്കിൾസ്. പിന്നെ ഇത് ട്രാൻസ്പോർട്ടേഷൻ മീൻസിനനുസരിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണോ അങ്ങനെ ചെയ്യാം. റോഡിലൂടെ ഉള്ളത്, വാട്ടർ, എയർ, ആ രീതിയിൽ ചേഞ്ച് ചെയ്ത് എഴുതണോ അങ്ങനെ എഴുതാം. അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിരുന്നത്. വെഹിക്കിൾസ് എന്നുള്ളതെല്ലാം കൂടെ ജനറലി ഒരുമിച്ച് എഴുതി. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് ബൈ റോഡ്, വാട്ടർ, എയർ ആ രീതിയിൽ മാറ്റിയിരുന്നെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ നാച്ചുറൽ തിങ്സ്. നാച്ചുറൽ തിങ്സിൽ എന്തൊക്കെ വരും? ട്രീ നാച്ചുറൽ തിങ് ആണല്ലേ. റിവർ, സ്കൈ, മഴ, റിവർ, വാട്ടർഫോൾ, റെയിൻ, ഓഷ്യൻ, ക്ലേ ആൻഡ് റോക്ക്,
ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, പിന്നെ reptiles, birds, insects ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സോൾട്ട്, ഹ്യൂമൻ ബീയിങ്, വോൾക്കാനോ, ലൈറ്റ്നിങ്, സ്നോഫോൾ ഒക്കെ നാച്ചുറൽ തിങ് ആണല്ലോ. വർക്കിംഗ് പേഴ്സൺസ്, ടീച്ചർ, ഫാമർ, സോൾജിയർ, ഡോക്ടർ, പോലീസ്മാൻ, കൂലി, ടൈലർ, മേസൺ, postman, barber, carpenter, vessel maker, blacksmith, cobbler, potter, nurse, engineer, mechanic, baker, grocer അങ്ങനെ. അതോടുകൂടി അത് അത്രയേ ഉള്ളൂ കണ്ടന്റ്സ് ഞാൻ തന്നിരിക്കുന്നതിൽ. നിങ്ങൾക്ക് അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം, വേറെ എന്തെങ്കിലും കൂടെ ചേർക്കണം, അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ആയിരുന്നു. വാട്ടർ അനിമൽസ് സെപ്പറേറ്റ് എഴുതാം, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം, അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം. എനിക്ക് കുറച്ചൊരു 10 പേജ് ബാക്കി വന്നു. 2 സൈഡ്സ് ചേർത്തിട്ട് 10 ഷീറ്റ് ഇട്ടോ, പേജ് അല്ല, 10 ഷീറ്റ് എനിക്ക് ബാക്കി വന്നു. തുടക്കം ഒരു സൈഡ് ഒട്ടിച്ചു വന്നു, പിന്നെ ഞാൻ അത് 2 സൈഡാക്കി 10 ഷീറ്റോളം ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾക്ക് അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് മാം, കാരണം മാം ചെയ്തിരിക്കുന്നതിനേക്കാൾ വെട്ടി കുറച്ചിട്ടല്ലേ നമുക്ക് തന്നിരിക്കുന്നത് ഇതില് മിനിമം. അപ്പൊ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്കും പേപ്പർ ബാലൻസ്. അല്ല, ഞാൻ ഇതിനകത്ത് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അതുമല്ല നമ്പർ കുറവാണ്, ശരിയാണ്, നമ്പർ കുറവാണ്. ഇത് എന്റെ റെക്കോർഡ് 120 പേജസ് കേട്ടോ, പേജസ് 2 സൈഡ്സ് 120 പേജസിന്റെ റെക്കോർഡാണ് എന്റെ റെക്കോർഡ്. പിന്നെ മാം ഞങ്ങൾക്കൊക്കെ 10 നമ്പേഴ്സ് അല്ലേ തന്നിട്ടുള്ളൂ, ആ 5 നമ്പേഴ്സാ. മാം എത്ര നമ്പേഴ്സ് ആണ് മാം ചെയ്തിരിക്കുന്നത്? എഴുതുന്നു പറഞ്ഞു മാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോവർബൊക്കെ 20 ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന് എനിക്ക് ഒരു പേജിൽ നിന്നു. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ്, പിക്ചർ ഒക്കെ അല്ലേ ഒരു വലിപ്പം അത് വരുള്ളൂ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് മാറുമല്ലോ. പിന്നെ ഇത് 2 സൈഡ് പ്ലെയിൻ ആയിരുന്നു. ഇപ്പൊ ലൈൻ ഉള്ളതാണെങ്കിൽ ലൈനിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. പ്ലെയിൻ ആവുമ്പോ ചിലപ്പം കൂടുതൽ എഴുതി പോവും ഒരു പേജിൽ തന്നെ അല്ലെ. ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻസിൽ മാത്രമല്ലേ എഴുതുന്നത്. എന്റെ ഇത് 2 സൈഡ്സ് പ്ലെയിൻ ആയിരുന്നു ഈ റെക്കോർഡ്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അപ്പൊ ചെറുതായി പോകും. ലൈൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും, ഹാൻഡ് റൈറ്റിംഗ് ഒരു പക്കയായിട്ട് ഒരു വലിപ്പം വരും. പക്ഷെ ഈ പ്ലെയിനിൽ എഴുതുമ്പോൾ അതിന്റെ സൈസ് അങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. സജസ്റ്റ് ചെയ്യുന്നത് ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് ലൈനും ഉള്ള റെക്കോർഡ് ബുക്ക് ആണോ? ഇതിനതാണ് നല്ലത്. മീൻസ് ഇതിനത് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എഴുതാനുള്ളൂ. അതുകൊണ്ട് 2 സൈഡ്സ് പ്ലെയിൻ ആയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് പിന്നീട് ഒട്ടിക്കാൻ 2 സൈഡ്സ് വേണ്ടി വരുമല്ലോ. യെസ് മാം, പിക്ചർ ഒട്ടിക്കുമ്പോ പ്ലെയിൻ അല്ലേ നല്ലത്, വൃത്തി ഉണ്ടാവുക. അതുകൊണ്ട് ഇത് 2 സൈഡ്സ് പ്ലെയിൻ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമുക്ക് കുറച്ച് ആദ്യത്തെ 3 or 4 കൂടി വന്ന ഒരു 10 പേജസിന് ഉള്ളിൽ എഴുതാനുള്ളത് അങ്ങ് കഴിഞ്ഞു. പിന്നെ ഫുൾ നമുക്ക് വേണ്ടത് പിക്ചേഴ്സാണ്. നിങ്ങൾ എഴുതണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് ആദ്യം തോന്നും എഴുതണം, പക്ഷെ ഇത്രയും എഴുതി വരുമ്പോഴേക്കും ഇച്ചിരി ഇഷ്ടമാണെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. കളക്ഷൻ മാത്രം നോക്കണ്ട, ഡേറ്റാസ് എഴുതിക്കൊള്ളൂ. സോ ഇറ്റ്സ് ടൈം. സോ ഇത് ഓക്കെ അല്ലേ? ഈ റെക്കോർഡിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ? ക്ലിയർ പിന്നെ അതായത് ഈ മൈ കളക്ഷൻ ബുക്ക് നമുക്ക് പ്ലെയിൻ തന്നെ എടുക്കാം അല്ലെ, അതങ്ങ് ഫിക്സ് ചെയ്യാം, അതിന് മാറ്റണ്ടല്ലോ. എന്നിട്ട് ബാക്കി എഴുതുന്ന അനുസരിച്ച് 1 റൂൾ അങ്ങനെ ആക്കാം അല്ലേ? ഓരോരുത്തരുടെ ഇഷ്ടം, ഞാൻ അത് പറയുന്നില്ല. മതി മാം, അതാണ് നല്ലത്. കാരണം ഈ പിക്ചർ ഒക്കെ കൂടുതൽ ഒട്ടിക്കേണ്ടത് വരുന്നത് കൊണ്ട് കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കാൻ അതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ മിക്കവര് എഴുതി തുടങ്ങിയിരുന്നു, മറ്റേ വരയിട്ടതിലൊക്കെ എഴുതി തുടങ്ങിയിരുന്നു. ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടും ഒരു സൈഡ് വരയിട്ടതുമാണ് മേടിച്ച ബുക്ക്. ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് റൂൾഡ് ആയിട്ടുള്ളത്. ഓൾറെഡി മേടിച്ചു കഴിഞ്ഞായിരുന്നു. അല്ല, എങ്കിൽ പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് തന്നെ വാങ്ങട്ടെ മാം. അതെ അതെ, ഒരു സജഷൻ എന്നുള്ള രീതിയിൽ പറയുന്നില്ല കേട്ടോ. ബാക്കിയുള്ള റെക്കോർഡിനൊക്കെ ഇതേപോലെ തന്നെയാണ് മാം? 2 സൈഡ് പ്ലെയിൻ തന്നെയാണ് വാങ്ങിച്ചത്. കാരണം അതിൽ ഫുൾ ആക്ടിവിറ്റി അല്ലേ, കുറെ പടങ്ങളും കുറെ പേജ് ബാക്കി, ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ അല്ലേ കൂടുതല്. വെജിറ്റബിൾസ് വരെ ചെയ്തു. പിക്ചേഴ്സ് ഒക്കെ വന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പ്ലെയിനാ യൂസ് ചെയ്ത. പക്ഷെ സ്റ്റോറി റൈം ബുക്ക് 2-3 റെക്കോർഡ്സ് ഇല്ലേ, 2-3 റെക്കോർഡ്സ്
വൺ സൈഡ് റൂൾഡ്, വൺ സൈഡ് അൺറൂൾഡ്, പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുത്തത്. നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് അഞ്ചാമത്തതും, അതായത് ഈ 5th വണ്ണും 2nd, 3rd ഈ 3 വൺ സൈഡ് റൂൾഡ്, വൺ സൈഡ് പ്ലെയിൻ ആണ് എടുത്തത്. കാരണം ഇതിന്റെ 3ലും റൈറ്റിംഗ് കൂടുതലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇല്ലസ്ട്രേഷൻ, പിക്ചറും വരും. സോ ഈ 3ഉം നിങ്ങൾ വൺ സൈഡ് റൂൾഡ്, വൺ സൈഡ് പ്ലെയിൻ എന്തായാലും നോക്കൂ, കാരണം അതായിരിക്കും അതിനൊരു ഭംഗി. പ്ലെയിനില് 2നും 3ക്കും 5നും 5. 2നും 3ക്കും 5നും ഏത് ബുക്കാ മാം പറയുന്നത്? വൺ സൈഡ് റൂൾഡ്, വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ. കാരണം അതിൽ നമുക്ക് എഴുതാൻ കൂടുതലാണ്. 1ഉം 4ഉം പിക്ചേഴ്സ് ആണ്. 2, 3, 5 റൈറ്റിംഗ് കൂടുതലാണ്. മാം കഴിഞ്ഞ ക്ലാസ്സില് ഒരെണ്ണം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 4ന് മാത്രം റൂൾഡ് അല്ലാത്ത മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ 4 വൺ സൈഡ് റൂളും 1 മാത്രമേ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന നമ്മുടെ ഇമേജ് ഉണ്ടല്ലോ പേസ്റ്റ് ചെയ്യണേ, അത് സൈസ് സെയിം സൈസ് ആവണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? എല്ലാ ഇമേജും ഭംഗി അതായിരിക്കുമല്ലോ, സെയിം സൈസിൽ വരണ്ടേ. അല്ല ഞാൻ ക്യാമറ നോക്കാവേ. എന്റെ മോന്റെ ടാലന്റ് ബുക്കാണ്. ഇതിൽ ഒരുപാട് വരുന്നുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങൾ മൊത്തം ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ചെറുതാണ്. അപ്പൊ ഇതിലില്ലാത്ത ഞാൻ മേടിക്കുമ്പോ വലുതായി പോവല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ? ഇതിലുണ്ട് മാം. അപ്പൊ ഒട്ടിക്കുമ്പോ അതിനനുസരിച്ച് രസം ഒട്ടിക്കൂ. ആദ്യം ഇപ്പോ ഒരു 4 ചെറുത് വന്നു, അപ്പൊ അതിന്റെ കോർണറിൽ 4 വലുത്, അങ്ങനെ നമുക്ക് കാണുമ്പോ ഒരു ഭംഗി തോന്നുന്ന രീതിയിലേ പേസ്റ്റ് ചെയ്യുമ്പോ അതൊന്ന് അനലൈസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇതിലെല്ലാം ഉണ്ട് മാം പറഞ്ഞ എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. മോൻ എന്താ KG-യിലാണോ? അല്ല KG LKG ടാലന്റ് എക്സാം ഉണ്ടായിരുന്നു ഇപ്പോ. അപ്പൊ അതിന് സെപ്പറേറ്റ് ഒരു ബുക്ക് തരുമല്ലോ അവര്, അതിലുണ്ട് എല്ലാം. ശരി. അവന് 5th റാങ്ക് ഒക്കെ ഉണ്ട്. സ്കൂളിൽ ഫസ്റ്റാ, ക്ലാസ്സില് അവനെ ഫസ്റ്റ്. അതെയോ? വെരി ഗുഡ്. ഞാൻ എന്താ ഇൻഡെക്സ് പേജിൽ ഒരു കഥകളി ഒട്ടിച്ചു വെച്ചേക്കണം, എനിക്ക് ഓർമ്മയില്ല എന്താ. എന്തായാലും പിന്നെ നമ്മളുടെ ആർട്ട് ഫോംസ് ഒക്കെ ഒട്ടിക്കാട്ടോ. കഥകളിയുടെ കണ്ടപ്പോഴും ഓർത്തത്, ഭരതനാട്യം അങ്ങനത്തെ നമ്മളുടെ കുറെ ആർട്ട് ഫോംസ്. പിന്നെ സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റിന്റെ അവരുടെ ഡ്രസ്സിങ്, അതെല്ലാം നിങ്ങൾക്ക് ആലോചിക്കുമ്പോ കുറെ കിട്ടും. പേജൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചോളൂ. അതൊക്കെ ഏതിന്റെ നമ്മള് ഡിഫറെന്റ് ഹെഡിങ് ഇട്ടിട്ട് എഴുതാണോ? കളക്ഷനകത്ത് നമ്മൾ കുറെ ഇങ്ങനെ ഇപ്പൊ എഴുതുന്നില്ലേ? നമ്മൾ സെപ്പറേറ്റ് ഹെഡിങ് ഇട്ടിട്ട് എഴുതാം അല്ലെ? അതിലൊരു സബ് ഹെഡിങ് ആയിട്ട് ആർട്ട് ഫോംസ് അല്ലെങ്കിൽ ഓക്കെ. സോ സമയം അങ്ങനെ എത്രയായി? പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല, റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് എഴുതി തുടങ്ങൂ. ഞാൻ അത് നമുക്ക് സമയമില്ല. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മാം? ഉള്ളത് ആദ്യം തരുവാണെങ്കിൽ 2, 3 ഇച്ചിരി ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഒക്കെ വേണ്ടതാ. 2, 3 മാം ഈ തന്നിരിക്കുന്ന ഈ മൈ കളക്ഷൻ ബുക്ക് എന്ന് പറയുന്ന റെക്കോർഡില്ലേ, അതിനൊരു ടൈം ഡ്യൂറേഷൻ വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടിയാൽ എത്ര നാളെടുക്കും റെക്കോർഡ് എഴുതാനെന്നുള്ളത്. അപ്പൊ അതെല്ലാരും അതനുസരിച്ച് ചെയ്യുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ ഒരു അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ഡ്യൂറേഷൻ വെക്കുമ്പോൾ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അത് ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പം ഇതും അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അടുത്ത റെക്കോർഡ് എഴുതുമ്പോൾ ആ ടൈം ഡ്യൂറേഷൻ കണക്കാക്കിയിട്ട് എല്ലാവർക്കും അതൊരു കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ. ടൈം പറഞ്ഞോളൂ. 10 days, 2 weeks, 2 weeks നന്നായിരുന്നു. മാം പറയൂ മാം പറഞ്ഞോളൂ. അപ്പൊ നമുക്കതൊരു ചൂടാണ്. മാം പറയുമ്പോ നമുക്കതൊരു ചൂടാണ്, അത് അതിനുള്ളിൽ ചെയ്യണം എന്നുള്ള ഒരു ഇത് വരും. Okay, February 3rd. Okay, 2 weeks. That means February 20th
കഴിയും. ഓക്കെ മാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാരും തീരുവാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ ഓക്കെ. സോ അപ്പൊ നമുക്ക് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ ക്ലാസ് അങ്ങനെ പോയി. സോ ഇനി കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഈ ഫസ്റ്റ് റെക്കോർഡിലെ മൈ കളക്ഷൻ ബുക്കിൽ നിങ്ങൾക്ക് ഇംപ്രൊവൈസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം, പേജ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഫെബ്രുവരി 20th പറ്റില്ല മാം. മാർച്ച് ഫസ്റ്റ് വീക്കിൽ ചെയ്താൽ മതിയാ? ഫസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ആക്കും. ജോലിക്ക് പോണവരുണ്ട് അതുകൊണ്ട്. അല്ല, ഞങ്ങൾക്ക് പിള്ളേർക്ക് മദ്രസയിൽ എക്സാം ആയിരുന്നു. അങ്ങനെ പരീക്ഷയാണ് കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് ഫൈനൽ എക്സാം തുടങ്ങും. ഹൈസ്കൂളിനും ഒക്കെ +2 മോഡൽ എക്സാം ആണ് സ്കൂളില്. അപ്പൊ മാർച്ച് ഫസ്റ്റോട് കൂടി ഞാനും ഓക്കെ. എനിക്കും അതേ പറ്റുള്ളൂ മാം. എന്താണ് മദ്രസത്തെ പരീക്ഷ? ഓക്കെ. മാർച്ച് ഫസ്റ്റിലായിരുന്നു പഠിക്കുന്നത്. മാർച്ചില് നോമ്പ് തുടങ്ങില്ലേ, അപ്പൊ നിങ്ങക്ക് പിന്നെ ബുദ്ധിമുട്ടുകൾ വരുമോ? വേറെ ജോലിയൊന്നും ഇല്ല. രാവിലെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇരിക്കല്ലേ. നേരത്തെ ചെയ്യുന്നുള്ളവർ ചെയ്ത് വെക്കട്ടെ. ബാക്കി മുൻപ് കംപ്ലീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് വെക്കട്ടെ. മാം പിന്നെ മദ്രസകളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് മാം. 15-ാം തീയതിക്ക് 16-ലൊക്കെ മദ്രസയിൽ എക്സാം ഒക്കെ സ്റ്റാർട്ട്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ മാസം ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 മന്ത് അല്ലെങ്കിൽ തന്നെയും 27 ഡേയ്സോളം കാണും അല്ലെ? 27 അല്ല, 25 ഡേയ്സ് ഉണ്ടാവുമായിരിക്കും. ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചാലോ മാം? സബ്മിഷൻ അല്ല, കംപ്ലീഷൻ. സബ്മിഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി ഓക്കെ ആക്കാം മാം. ഓക്കെ മതി. ഞാൻ എപ്പോഴും ലീസ്റ്റ് ടൈം പറയണെന്ന് വെച്ചാൽ കുറെ സമയമുള്ളപ്പോഴേ ചിലപ്പം ഈവൻ ദോ ഞാൻ തന്നെയാണെങ്കിലും സമയമുണ്ടല്ലോ ബട്ട് നമ്മൾ അങ്ങനെ വിചാരിച്ച് ഷെഡ്യൂൾ ചെയ്യുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതിന്റെ ഇടയിൽ കൂടെ വരും. അങ്ങനെ നമുക്ക് അത് അങ്ങനെ ഡിലേ ആക്കും. ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോഴേക്കും ഹറിബറി ആവരുത്. അത് നമ്മളുടെ റെക്കോർഡിന്റെ ആ ഒരു ക്വാളിറ്റിയെ ബാധിക്കും. മനസ്സിലാക്കിയതേ ഉള്ളൂ. ഇനി ഇത്രയും സമയം ഉണ്ടല്ലേ, അപ്പൊ അടുത്ത ആഴ്ച തുടങ്ങാം. ലാസ്റ്റ് ആവുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ഈ റെക്കോർഡ് ഡീറ്റെയിൽസ് ഏറ്റവും ലാസ്റ്റാ തന്നത്. കോഴ്സ് ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് തന്നെ 5 റെക്കോർഡ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാമിന്റെ വീട്ടിൽ പോയി സൈൻ വാങ്ങിയത്. അത്രയ്ക്ക് വിഷമിച്ചു പോയി കംപ്ലീറ്റ് ആക്കാനായിട്ട്. എനിക്കൊന്നും പറ്റുന്നേ ഉണ്ടായില്ലായിരുന്നു. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാനാണ് ഞാൻ തുടക്കത്തിലേ അങ്ങ് തന്നത്. പതുക്കെ ഓരോന്നായിട്ട് മറ്റേത് ഇത് 5ഉം കൂടെ ഒരുമിച്ച് ചെയ്യാനൊക്കെ, 5ാമത്തെ പോട്ടെ 4ഉം കൂടെ ഒരുമിച്ച് ചെയ്യാനാ തന്നെ. അവിടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, കളക്ഷൻ കൂടെ വന്നപ്പോ നമ്മളുടെ അതിന്റെ ക്വാളിറ്റിയെ ബാധിക്കുമല്ലോ. അതൊക്കെയായിരുന്നു പ്രശ്നം. ഓക്കെ, ദെൻ സൈൻ ഔട്ടിന് ആരാളുള്ളത്? Good afternoon, ma'am. And friends, I am telling a short description about the wild animal bear. മിണ്ടാക്കിട്ടോ. പതര. The deer is a wild animal. It can be found in black, brown, and white color. It has sharp teeth and a lot of fur on its body. It can climb trees and eat fruits like berries. It loves to eat fish and honey. Bears can stand on their 2 front legs like human beings. My thanks to the teachers for a beautiful class and to the friends who listened. Sign out, Shibila Sharin, Malappuram. Good effort, and I am appreciating you. Hats off you. And thanks, love you so much. Thank you. Okay, keep going. Okay. Okay, മോനോ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? മോനോ മോളോ ആരായിരുന്നു? മോനെ.
അവന് ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ട് അതുകൊണ്ട്. വേഗം കൊടുത്തോളൂ. ഓക്കെ ദെൻ ബൈ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. ലേറ്റ് ആയിട്ടാ ക്ലാസ് കയറിയത്. ഇത് നമുക്ക് റെഫർ ചെയ്തൂടെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട്? തീർച്ചയായിട്ടും അതിനെന്താ, പക്ഷെ നമ്മളുടെ ഒരു ടച്ച് അതിൽ വേണമെന്നേ ഉള്ളൂ. ഓക്കെ മാം. ഈ കളിക്കുടുക്ക മിന്ന മിന്നി പറഞ്ഞ പോലെ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് റെഫർ ചെയ്തൂടെ? ചെയ്യാം. നമ്മളുടെ ഒരു നമ്മള് എന്താ പറയാ, നമ്മള് ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോ യൂട്യൂബിൽ കയറി പല റെസിപ്പി നോക്കും, പക്ഷെ നമ്മളുടെ ഒരു കയ്യൊപ്പ് അതിനകത്ത് നമുക്ക് വരണം നിർബന്ധം വരില്ല. ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. മാം അതുപോലെ ട്രഡീഷണലിൽ വരില്ലേ കൃഷി ചെയ്യണ സമയത്ത് പണ്ടുള്ള ആളുകള് ഇപ്പോ ഓരോ കാലം വെച്ചിട്ടല്ലേ കൃഷി ചെയ്യാ. ഇപ്പോ ഓരോ വിളകൾക്ക് അതൊക്കെ പറ്റില്ലേ? ക്ലൈമറ്റ് ചേഞ്ചും മഴ കിട്ടുന്നതും ഒക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവരത് ചെയ്യുന്നത്. അത് വളരെ എക്സാക്ട് ആയിട്ടുള്ളത്. വെരി ഗുഡ്. അതെ. മാം അതില്ലേ മാം ചോദിച്ചോട്ടെ? ഞാൻ പറൂരാണ്. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ അവിടെ സ്മാർട്ട് സ്ത്രീയിൽ കാണിച്ചാൽ മതിയാവോ? അങ്ങനെ ചെയ്താൽ മതിയാവോ? ഞാൻ അതൊന്ന് സാറിനോട് സംസാരിക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തു കൊടുക്കാം. അപ്പം നിങ്ങൾക്കൊരു സന്തോഷം, നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് വെരിഫൈ ചെയ്ത് അല്ലെ? ഊരെവിടെയാ? പറൂര്, നോർത്ത് പറൂര് ടൗണിൽ തന്നെ. ഇത് KR ബേക്കറി ഓപ്പോസിറ്റ് റോഡായിട്ട്. KR ബേക്കറിയുടെ ഓപ്പോസിറ്റുള്ള റോഡ്. ഓക്കെ. മെഡിവിഷന്റെ സൈഡിൽ കൂടിയാണോ? അതെ 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 അതെ. അങ്ങനെ കുറച്ച് മെഡിവിഷന്റെ ഒക്കെ സൈഡിലൂടെ. അതെ 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 മെഡിവിഷന്റെ. നമുക്ക് ഈ DTDC അയക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്നാൽ നമ്മൾ ചെയ്യണ വർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അവര് തിരിച്ചു വെരിഫൈ ചെയ്യണമെന്നും നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നതെന്നൊക്കെ അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും ബൾക്കായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ടീം ഉണ്ടല്ലോ, നമ്മളുടെ വാല്യൂ ചെയ്യുന്ന ടീം, അവർക്കൊരു ഇതാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് പിന്നെ ഒന്നും പറയാറ്. ഇതാവുമ്പോ പ്രശ്നമില്ല. ഹാർഡ് കോപ്പി ആയിട്ട് വരുമ്പോ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. കുഴപ്പമില്ല. നമ്മൾ വേറൊരു ഹെഡ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സോഫ്റ്റ് കോപ്പി വരുമ്പോഴേക്കാണ് അസൈൻമെന്റ് ഒക്കെ ഓൾറെഡി അത്രയും വരുന്നുണ്ടല്ലോ. അതിന്റെ ഒപ്പം റെക്കോർഡ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡ് ബുക്കിൽ തന്നെ ഉണ്ടാവും ഇത്ര പേജസ്. അങ്ങനെ 5 എണ്ണം ഒക്കെ ആവുമ്പോഴേ അത് നമുക്കൊരു പ്ലാറ്റ്ഫോം ചെയ്യാം. ഓക്കെ മാം, ഞാൻ മേടിച്ച റെക്കോർഡ് ഇതാ ഇങ്ങനെയാ. 120 പേജസ് ആണ് വരുന്നത്. കാണുന്നുണ്ടോ അറിയില്ല. ഇതാ ഇങ്ങനെ വരുന്നത്. ഇന്നലെ രാത്രി പോയി മേടിച്ചാണ്. ഭയങ്കര റേറ്റ് ആണ് ചില സ്ഥലത്ത്. ഇവിടെ 500 രൂപ 5 എണ്ണത്തിനും കൂടെ. 500 രൂപ. 100 രൂപ വെച്ചിട്ട് മേടിച്ചു. ചില സ്ഥലത്ത് 70 രൂപക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറെ പേര് 60, 70, 80, 90 ആ ഒരു റേഞ്ചിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ പൊതുവെ കൂടുതലാണ്. മോന്റെ റെക്കോർഡ് ബുക്ക് 70 ആണ്. നമുക്കിവിടെ ലോട്ടസിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും. അവിടെ നിന്നാണ് വാങ്ങിച്ചു പോവാ. ലോട്ടസിന്ന്. ഓക്കെ ദെൻ. എനിക്ക് 1:30 അടുത്ത ക്ലാസ് ഉണ്ട്. ഇവിടെ പണിക്കാരുണ്ട്, വേറെ ആരുമില്ല. അമൻ സ്റ്റോർ ബൈ മാം. ഇവിടെ നിന്നാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ മാം. ഓക്കെ ദെൻ ബൈ. ബൈ മാം.